ഒന്നുമല്ല. നമ്മൾ ശരിക്കും ഒരു അവിടെ ഒരു സെൻസേഷൻ വെജൈനയിലോ ഒരു വൾവയിലോ എന്തോ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്റ്റേണൽ സ്റ്റിമുലേ ട്രൈ ചെയ്യും, ഫിംഗറിങ് ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ റബ്ബ് ചെയ്ത് നോക്കും. അങ്ങനെ ഈ ബുക്ക് വായിക്കുന്നതിന്റെ ഒരു രസവും അതിലുള്ള ഫോട്ടോ ഒക്കെ കണ്ട് അങ്ങനെ ചെയ്ത് ഒരു ഒരു at some point in time you feel that your muscles are kind of contracting. എന്നിട്ട് ഒരു അതൊരു പ്രത്യേക സെൻസേഷനിലൂടെ പോയി ഒരു ശരീരം മുഴുവൻ അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു കോരിത്തരിക്കുന്ന ഒരു അവസ്ഥയിലും വേറൊരു ഒരു ട്രാൻസിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ആണ് എനിക്ക് എന്റെ ആദ്യത്തെ ഓർമ്മകളിൽ നിന്ന് എനിക്ക് ഇപ്പം ഈ ടോപ്പിക്ക് കണ്ടപ്പോഴും കുഞ്ഞിനെ സംസാരിക്കുന്ന കേട്ടപ്പോഴും ഒക്കെ ഇങ്ങനെ ഇത് അവിടുന്ന് ഖനിച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറെ നാള് ഈ എക്സ്പ്ലോറേഷൻ ഡെഫിനറ്റ്ലി തുടർന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, പുള്ളിക്കാരത്തി പല രാജ്യത്തിലൊക്കെ യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം ദാറ്റ് മസ്റ്റ് ബി ഇൻ മൈ 20s, ഷി ഹാഡ് ആക്ച്വലി ഗിഫ്റ്റഡ് മീ ഡിൽഡോ. അപ്പം അത് ഭയങ്കര ഒരു വലിയ ഗിഫ്റ്റ് ആയിരുന്നു. ആദ്യത്തെ സമയത്ത് നമുക്ക് ഭയങ്കര നാണക്കേടും, നമുക്കത് ഇതൊക്കെ പുറത്ത് ഇത് അത് കയ്യിലെടുക്കാൻ തന്നെ വലിയ നാണക്കേടും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു ടോയ് കിട്ടിയതിന്റെ രസത്തില് അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോരോ ആദ്യത്തെ ഓർഗസത്തില് ആണ് ടോപ്പിക് എന്നുള്ളത് കൊണ്ടും ബാക്കി ഒത്തിരി പേർക്ക് സംസാരിക്കാനുള്ളത് കൊണ്ടും ആ എക്സ്പീരിയൻസുകളെ കുറിച്ച് പിന്നീട് പറയാം. അപ്പോ ഡെഫിനറ്റ്ലി ഐ pass this on to the next person. ഓക്കെ രാധിക, രാധിക അത് പറഞ്ഞപ്പം എനിക്ക് ഈ എന്താണ് പുസ്തകം നോക്കുക, എന്താന്ന് പറയാ, സപ്പോസഡ്ലി സെക്സി ആയിട്ടുള്ള ഇമേജസ് നോക്കുക, അങ്ങനെ ഒരു സംഭവമേ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് എനിക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ ഫാന്റസൈസിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ എനിക്ക് കുറേ കാലത്തോളം ഉണ്ടായിട്ടില്ല. പിന്നെ ആൾക്കാരൊക്കെ ഫാന്റസൈസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഓക്കെ ഞാനും ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് ഫാന്റസൈസ് ചെയ്യാൻ തുടങ്ങിയതല്ലാണ്ട് അങ്ങനെ ഒരു സംഭവമേ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി വഴിയെ പറയാം. മെയ് ബ്ലിങ്കിൻ ഉണ്ടായിരുന്നു. മെയ് പറഞ്ഞോ. ഹായ്, ഹലോ. ഞാൻ ആക്ച്വലി റൂമിൽ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഏർലിയസ്റ്റ് എക്സ്പീരിയൻസ് ഓർഗാസമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബട്ട് വാട്ട് ഐ നോ ഫോർ സർട്ടൻ ഇസ് I have a lot of self-exploration, intimacy. There are a lot of trauma and a lot of issues associated with it. And I really want to know, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. I want to know from other women who've experienced early sexual trauma or ഇഷ്യൂസ്, വേർ അവരുടെ സേഫ് സ്പേസ് ആയിട്ട് ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു, അതുകൊണ്ട് അവർക്ക് പിന്നെ വെരി ഏർലി ഓൺ ബീങ് ജഡ്ജ്ഡ് ഫോർ യുവർ ബോഡി, ബീങ് othered because of your body. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ട്രോമയിൽ സ്ത്രീകൾ എങ്ങനെ പിന്നെ അവരുടെ എക്സ്പീരിയൻസസിനെ എങ്ങനെ how do they experience it? I really am interested in knowing that. അപ്പോൾ quite honestly എനിക്ക് ഓർമ്മയില്ല എൻ്റെ ആദ്യത്തെ orgasm, or it's sort of like a very my mind has എവിടെയോ കൊണ്ട് ബെറി ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയായി ഓർമ്മകളായി. I don't know. ഇത് കേൾക്കാനാണ് ഐ എം ഇൻട്രസ്റ്റഡ്. സോ സ്ത്രീകൾ ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ഫോർ ദം ടു കം അപ്പ് ആൻഡ് ഇഫ് ദേ ക്യാൻ. ഇതൊക്കെ വളരെ ഡീപ്ലി ഹേർട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ വിഷമിപ്പിക്കുന്ന ഓർമ്മകളാണ്. ബട്ട് അവർക്ക് എന്താ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് ഷെയർ ചെയ്താൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഐ തിങ്ക് കളക്റ്റീവ്ലി നമ്മൾക്കൊരു ഹീലിംഗ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. ഓക്കെ, എനിക്ക് പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഡിസ്കവറി നടത്തിയത് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതായത് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, നമുക്ക് തന്നെ സുഖം, അതായത് ഭയങ്കര നല്ല ഫീലിംഗ് നമുക്ക് തന്നെ ഉണ്ടാക്കുക. അതായത് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്, അതിനേക്കാളൊക്കെ വേറെ തരത്തിലുള്ള ഒരു ഫീലിംഗ് ഓഫ് യൂഫോറിയ നമുക്ക് സ്വയം ജനറേറ്റ് ചെയ്യാം. യൂഫോറിയ എന്നുള്ളതൊന്നും കുട്ടിയായിരുന്ന സമയത്ത് അറിയില്ല, പക്ഷെ എന്നാലും സ്വയമായിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാം. അത് ആരുടെയും സഹായവും വേണ്ട എന്നുള്ള സംഭവം എനിക്ക് ഭയങ്കര ഒരു ഡിസ്കവറി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
അത് അങ്ങനെ ആയിരുന്നോ എല്ലാവർക്കും? പിന്നെ ഇപ്പൊ മേ പറഞ്ഞ പോലെ തന്നെ വേറെ കുറെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയെ, അത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ശരിക്കും. നമ്മുടെ ബോഡിയെ അറിയുന്നത് എന്താണ് അബ്യൂസിൽ കൂടെ ആണ് എന്നുള്ള ഒരു സംഭവം, അത് എനിക്ക് ഭയങ്കരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്റെ എന്താണ് ആദ്യത്തെ കുറെ റിലേഷൻഷിപ്സ് ഒക്കെ അബ്യൂസീവ് തന്നെയായിരുന്നു. അപ്പം എന്താണ് എന്റെ ബോഡിയിൽ ഈ വെജൈന എന്ന് പറയുന്ന സാധനം, കാരണം എനിക്ക് ഓർഗാസം ഉണ്ടാവുന്നത് ക്ലിറ്റോറൽ സ്റ്റിമുലേഷനിൽ കൂടെയാണ്. വെജൈന എന്ന് പറഞ്ഞതിന് പീരിയഡ്സ് എന്നുള്ള ഒരു ധർമ്മം മാത്രമേ എന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പം വെജൈന എന്ന് പറഞ്ഞ സാധനം ഈ പെനിട്രേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ട ഒരു സംഭവമാണ് എന്ന് പിന്നീട് ഈ അബ്യൂസീവ് റിലേഷൻഷിപ്സിലൂടെയാണ് ഞാൻ അറിയുന്നത്. അപ്പം അത് എന്റെ സെക്സ് ലൈഫിനെ ഡിഫൈൻ ചെയ്യുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിവേ ദാറ്റ്സ് ഫോർ അനദർ ഡേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എനിക്ക് പക്ഷെ ഈ ഓർഗാസം ഡിസ്കവർ ചെയ്തത് ഭയങ്കര ഒരു എനിക്ക് ചെറുപ്പത്തിലെ സയന്റിസ്റ്റ് ആവണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഞാൻ. എനിക്ക് അതിന്റെ എന്തൊക്കെയോ ഞാൻ അക്കംപ്ലിഷ് ചെയ്തു എന്നൊരു മിഥ്യാധാരണയായിരുന്നു ആ സമയത്ത് എനിക്ക്. ആശയും കീർത്തിയും ബ്ലിങ്ക് ചെയ്തിരുന്നു. കീർത്തി പറഞ്ഞോ? അല്ല, ഇവിടെ ഐ കംപ്ലീറ്റ്ലി കൺസീഡ് വിത്ത് മേ. അതായത് എംബോഡീഡ് എക്സ്പീരിയൻസസ് വിമൻ actually is very traumatic because they are slut shamed very early on if they do sexually explore in any form or way. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 11th സ്റ്റാൻഡേർഡിലോ 12th സ്റ്റാൻഡേർഡിലോ ആണോ ഈ പറഞ്ഞ സെക്ഷൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ പഠിച്ചത് എങ്ങനെയാണ്, ഇതെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്ത് റിസൾട്ട് ആണ്, എങ്ങനെയാണ്. ബിക്കോസ് അതിനു മുന്നേയും there are instances of feeling wet when you see a particular erotica or some sort of stimulation വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ഐ റിമെമ്പർ ഇപ്പം നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുമ്പോൾ പോലും നമ്മളുടെ ചുറ്റുമുള്ള സ്ത്രീകൾ തന്നെ, ആണുങ്ങൾ തന്നെ ആവണമെന്നില്ല, സ്ത്രീകൾ തന്നെ നമ്മളെ പിന്തിരിപ്പിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതും അതിനോട് വളരെയേറെ ഷെയിം അസോസിയേറ്റ് ചെയ്യുകയും സെക്ഷൽ പ്ലഷർ എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾ എത്ര സെക്ഷലി റിപ്രസ്ഡ് ആണെന്നുള്ളതാണ്. അവർക്ക് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനോ, ഇൻഫാക്ട് ഐ നോ വിമൻ ഹു clients and otherwise who've come to me and told me that despite being married for years and having had multiple sexual discourses, they have never experienced an orgasm. അപ്പോ ഇതൊരു വളരെ ഒരു റിയൽ ഫാക്ട് ആണ്. എനിക്കറിയാം പലരും ഈ ഗ്രൂപ്പിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ടോപ്പിക്കിന്റെ ഒരു കൗതുകം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ കുറെ പെണ്ണുങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാമല്ലോ, എന്തെങ്കിലും എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അങ്ങനെയല്ല. പക്ഷെ ദിസ് ഇസ് എ വെരി സാഡ് ഫാക്ട്. ഇതിനകത്ത് ഒരുപാട് റിപ്രഷന്റെ എലിമെന്റ്സ് ഉണ്ടെന്നുള്ളത് ഐ ഹോപ്പ് വി ഓൾ അണ്ടർസ്റ്റാൻഡ്. അല്ല കീർത്തി, ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ പോയിന്റ്. അങ്ങനെ ഫീമെയിൽസിന് ആക്ച്വലി ഈവൻ മെയിൽസിനും ആ പ്രശ്നമുണ്ട്. ഏത് ജെൻഡറിനായിട്ടുണ്ടെങ്കിലും സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യുക ഒരു പാപമാണ്, അല്ലെങ്കിൽ അത് എന്തോ ഒരു തബു ആണെന്നുള്ള ഒരു സംഭവം സൊസൈറ്റി കൃത്യമായിട്ട് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടോക്സ് തുടക്കം മുതൽ ഞാൻ ഓർഗനൈസ് ചെയ്യണത് ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. പിന്നെ അതിങ്ങനെ എന്താണ് നമ്മൾ പറയാതെ തന്നെ അത് ഇറ്റ് വിൽ ഗെറ്റ് നോർമലൈസ്ഡ് ആൻഡ് അത് തനത്താൻ കടന്നു വരുമെന്ന് തന്നെയാണ്. അങ്ങനെയാണ് എല്ലാ പ്രോസസ്സസും ഉണ്ടാവുന്നത്. നമ്മൾ ഷെയർ ചെയ്തും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നു വരികയും ഈ പറഞ്ഞ ഷെയ്മിങ് എന്നുള്ള സംഭവം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യും. അതിനെയാണ് ഈ പറയുന്ന ആൾക്കാർ ഭയക്കുന്നതും. അത് ഭയങ്കര ഒരു പേടിയാണ് ഇവരുടെ. സെക്ഷുവാലിറ്റീനെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ സ്വന്തം ബോഡിയെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഈ പാപം എന്ന് പറഞ്ഞപ്പം ഇത് റിലിജൻ ഭയങ്കരമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ബാക്കി സംഭവങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗം എന്തോ ഒരു എന്താ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതോ ബൈബിൾ വചനം ഗ്രേസ് അനാറ്റമിയിൽ ഉണ്ടായിരുന്നു. ബൈബിൾ വചനത്തില് പാപം ചെയ്യുന്ന ഭാഗം മുറിച്ചു കളയണം എന്ന് പറഞ്ഞ് മാസ്റ്റർബേറ്റ് ചെയ്തതുകൊണ്ട് കൈപ്പത്തി വെട്ടിക്കളഞ്ഞ ഒരു പേഷ്യന്റ് പറഞ്ഞത് ഗ്രേസ് അനാറ്റമിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും റാബിഡ് ബിലീവർ ആയതുകൊണ്ട്.
അപ്പം എന്താ ഞാനൊക്കെ വിശ്വാസിയായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് 5 or 6 എങ്ങാണ്ടാണ് ഞാനിത് കണ്ടുപിടിക്കുന്നത് ഓർഗാസം എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇത് പതിവാക്കിയതിനു ശേഷം ഈ പാപബോധം കാരണം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഞാൻ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, പ്ലീസ് എന്നെ നരകത്തിലയക്കരുത് എന്ന് പറഞ്ഞ്. പിന്നെ ഇത് ഭയങ്കര സീക്രട്ട് ആണ്, ഞാനിത് ചെയ്യുന്നത് എന്തോ തെറ്റാണ്, എന്താണ് എന്റെ ഫാമിലി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ എങ്ങനെയോ ആ ബോധം എന്റെ ഉള്ളിലുണ്ട്. അപ്പം എന്താണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പള്ളിയിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ആ ബൈബിൾ വചനങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, ഇത് ഒരു പാപമാണെന്നുള്ള ബോധം എന്റെ ഉള്ളില് എങ്ങനെയോ ഉണ്ട്. അത് എങ്ങനെയാ വന്നേന്ന് എനിക്കറിയില്ല. ഓക്കെ, ആശ നേരത്തെ ബ്ലിങ്കിനുണ്ടായിരുന്നു, ആശ പറഞ്ഞു. ഞാൻ ഇവിടെ താഴെ പ്രിയംവദേനെ കണ്ടായിരുന്നു. അപ്പോൾ പ്രിയംവദേനെ കേറ്റു എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഇത്തരം സ്ത്രീകളുടെ ലൈംഗികതയുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒട്ടും തന്നെ പ്രാപ്തയല്ല എന്നുള്ളതാണ് എന്നെക്കുറിച്ച് എനിക്ക് തന്നെയുള്ളൊരു വിശ്വാസം. കാരണം ജനിച്ചു വളർന്നത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലായതുകൊണ്ട് ഇപ്പൊ കുഞ്ഞിലാദ്യം പറഞ്ഞതുപോലെ ഈ പാപബോധം മീൻസ് ജസ്റ്റ് വനിതയുടെ ഒരു ഉൾപേജ് നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി വനിതയുടെ ഉൾപേജ് നോക്കുക എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സിനിമയോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഇരുന്നിട്ട് അതിനെ ഇമാജിൻ ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല. കർത്താവ് ഇതെല്ലാം സ്വർഗത്തിലിരുന്ന് നോക്കി കാണുന്നു, നമ്മുടെ ഹൃദയങ്ങളിലോട്ട് നോക്കുന്നു, നമ്മൾ പാപം ചെയ്തു പോകുന്നു എന്നുള്ളൊരു ധാരണയായിരുന്നു. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മുടെ മെച്യൂരിറ്റി ആവുന്ന ആ ഒരു സമയത്തൊന്നും എൻ്റെ ശരീരത്തിലൊന്നും ഞാൻ പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്ന പോലും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു പോവാണ്. എൻ്റെ ഒന്നും ശരീരത്തിൽ ഇങ്ങനെയുള്ളൊരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല ആ ഒരു സമയത്തെന്ന് വേണം പറയാൻ. ദെൻ +2 ഒക്കെ കഴിഞ്ഞു, 18 വയസ്സ് കൃത്യമായപ്പോഴത്തേക്കും സൗണ്ട് ഇച്ചിരി കുറവാ. ഓക്കെ, ഇവിടെ നെറ്റിന്റെ വിഷയമുണ്ട്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേക്കാം, പറഞ്ഞോ. ഓക്കെ, ദെൻ വിവാഹം കഴിഞ്ഞു, കൃത്യം വളരെ ഏർലി മാരേജ്. അത് കഴിഞ്ഞിട്ട് എനിക്കിത് എന്താണ് സംഭവം എന്ന് പോലും അറിയില്ലാത്ത ഒരു സമയത്ത് ഇന്റർകോഴ്സ് ഒക്കെ ചെയ്തത് കൊണ്ടായിരിക്കണം എനിക്ക് പിന്നീട് ഈ സാധനം ഭയങ്കര പേടിയാണ്. എനിക്ക് രാത്രി ആവുന്നത് തന്നെ പേടിയാണ്. വേണ്ട, രാത്രി ആവല്ലേ എന്നുള്ളതായിരുന്നു എൻ്റെയൊക്കെ കുറെ നാളത്തെ പ്രാർത്ഥന തന്നെ. പിന്നീടും ഞാൻ അപ്പോഴും എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ പറയുന്ന മാസ്റ്റർബേഷൻ എന്നൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് വേറൊരു സത്യം. ഇനി പിന്നെ മാസ്റ്റർബേഷൻ പോട്ടെ, ഇനിയിപ്പോ ഈ സെക്സ് ആണെങ്കിൽ പോലും അത് പുരുഷന് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒന്ന് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണയൊക്കെ. കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷവും ഒക്കെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നും പുരുഷന് വേണ്ടിയിട്ട് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. സോ എല്ലാം ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ടാണ് ചിന്തകൾ പോകുന്നത് മുഴുവനും. അപ്പൊ അവര് ചോദിക്കുമ്പോൾ അതിന് വില്ലിങ് ആവുക, നിന്നു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് വേറൊരു, നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു വേറെ ഒരു എന്താ പറയാ, ഒരു ധർമ്മവും ഇല്ല എന്നാണ് ഒരു കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. മാത്രമല്ല ഞാൻ എസെക്ഷൽ ആണെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. എസെക്ഷൽ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എൻ്റെ ശരീരത്തിനകത്ത് ഈ പ്രണയം എന്ന് പറയുന്നത് നോർമലി ഈ പെൺകുട്ടികൾക്കൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടാകുന്ന ഒരു കൊഞ്ചിക്കൽ, പൊന്നരിപ്പിക്കൽ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ അതൊക്കെ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയാനൊക്കെ ഞാൻ വളരെ വൈകി എന്നുള്ളതാണ്. ദെൻ ഞാൻ ഇവിടെ വരുന്നു, ജോലിക്ക് വരുന്നതൊക്കെ എൻ്റെ 30ാമത്തെ വയസ്സിലാണ്. എത്രയോ വർഷങ്ങൾ, അതായത് വിവാഹം കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം. ഈ 12 വർഷവും എന്തോ ഒരു മരം പോലെ അങ്ങ് ജീവിച്ചു. ഇവിടെ വന്നതിന് ശേഷം ഈ ആൻഡ്രോയിഡ് മൊബൈലിലൂടെയാണ് പിന്നീട് ഈ ലോകം കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാണെങ്കിൽ 2016 ശേഷം 2016 ശേഷമൊക്കെയാണ് ഓക്കെ ഇങ്ങനെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് കാണുന്നു, ഒരു ഡേറ്റിംഗ് ഗ്രൂപ്പിനകത്താണ്. ഞാൻ അതിനകത്ത് കമന്റ് ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇത് പുരുഷന്മാരെ സംബന്ധിക്കുന്ന മാത്രം കാര്യമല്ല, ഇതിനകത്ത് ഇപ്പൊ എന്ത് പറയാനാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ
ആൾക്കാരൊക്കെ വാ വിളിച്ചു. അതായത് അത്യാവശ്യം ഫെമിനിസം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ തന്നെയാണോ, മാസ്റ്റർബേഷൻ പുരുഷന്മാർക്ക് മാത്രം ഉള്ളതാണെന്ന് പറയുന്നേന്നുള്ള രീതിയിൽ അവിടെ ആളുകൾ എന്നെ കളിയാക്കി. അപ്പൊ പെൺകുട്ടികൾ അവിടെ പറഞ്ഞു, ആശ്ചര്യ എന്ത് വർത്താനം ഈ പറയണം, മാസ്റ്റർബേഷൻ പുരുഷന്മാർക്ക് മാത്രം ഉള്ളതാണോ എന്നുള്ള ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ, അപ്പൊ ഇത് സ്ത്രീകൾക്കും കൂടി ഉള്ളതാണ് എന്ന് ഞാൻ പഠിക്കുന്നത് ഒരു ഡേറ്റിംഗ് ഗ്രൂപ്പിൽ നിന്നാണ്. ഞാനത് പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഞാൻ അറിയുന്നത് ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ സ്ത്രീകൾക്കും കൂടി ഉള്ളതാണെന്നും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നും എങ്ങനെയൊക്കെ ചെയ്യണമെന്നും. പിന്നെ ഞാൻ ഡോക്ടർമാരുടെയൊക്കെ ഇൻബോക്സിൽ പോയി ചോദിച്ച് കേട്ട് പഠിച്ച് അവർ കുറേ റെഫറൻസ് ഒക്കെ തന്ന് കുറേ അപ്പോൾ അവർ ഞാൻ 2 ദിവസമൊക്കെ ട്രൈ ചെയ്യും, കുറച്ച് നേരമൊക്കെ ട്രൈ ചെയ്യും, എന്നിട്ട് ഞാൻ വീണ്ടും ഡോക്ടർ ഇൻബോക്സിൽ ചെല്ലും. അപ്പോൾ അവർ പറയും ആശയുടെ ശരീരത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നേ ഉള്ളൂ, പിന്നെ ആ മെന്റൽ ട്രോമകളൊക്കെ മറികടക്കണം, അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ ശരിയാകത്തുള്ളൂ, സോ സമയമെടുക്കും, ക്ഷമ വേണം എന്ന് പറയുന്ന പോലെ. ദെൻ കുറേ നാളുകൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അങ്ങനെ ഞാൻ അതിൻ്റെ പ്ലഷർ പോയിന്റ് ഒക്കെ കണ്ടെത്തുന്നത് വളരെ വൈകിയാണ്. ഞാൻ ശരിക്കും പറയുവാണെങ്കിൽ ആദ്യമായിട്ട് ഈ സാധനം ഞാൻ അറിഞ്ഞ ഡേറ്റ് വരെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. 2017 നവംബർ 10-ാം തീയതിയാണ് ഞാൻ ഈ സംഭവത്തെ കണ്ടെത്തിയത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം വളരെ വൈകി മാത്രം എക്സ്പീരിയൻസ് ഉള്ള, വളരെ വൈകി മാത്രം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് സ്ത്രീകളുടെ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും യോഗ്യമല്ലാത്ത ഒരാൾ കൂടിയിട്ടാണ് ഞാൻ. പറഞ്ഞു വരുമ്പോൾ ആളുകൾ വിചാരിക്കും സദാചാരത്തിൽ പൊതിഞ്ഞു പറയുന്നതാണെന്നും. എനിക്ക് വളരെ പരിമിതമായിട്ടുള്ള വെറും 4 വർഷത്തെ ലോകപരിചയം, അതും ഫോണിലൂടെ മാത്രം ലോകത്തെ കണ്ട വെറും 4 വർഷത്തെ അറിവ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് ഈ വിഷയത്തിലെന്നല്ല, എല്ലാ വിഷയത്തിലും ഉള്ള കാര്യമാണ് ഞാൻ പറയണേ. സെക്സ് വിഷയത്തിലും മാത്രമല്ല, എല്ലാ വിഷയത്തിലും അതിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. കീർത്തി ബ്ലിങ്കിനുണ്ട്. ഒരു മിനിറ്റ് രാധിക, ആശയുടെ കാര്യം ഒന്ന് പറയാനായിരുന്നു. അതെ, ഞാനും ആശയുടെ കാര്യം തന്നെ പറയാനായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് തീരെ അൺബിലീവബിൾ അല്ല കേട്ടോ ആശ പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ ഒരു തരി പോലും എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ അത് സദാചാരത്തിൽ പൊതിഞ്ഞതാണെന്നുള്ള യാതൊരു വിചാരവും എനിക്കില്ല. എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള വേറെ ആർക്കും ഉണ്ടാവുന്നു. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് എനിക്ക്. മതം മറ്റേത് മറിച്ചതൊക്കെ കൂടെ കൊണ്ട് ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് എനിക്ക് സ്ത്രീ ശരീരത്തിനെയും സ്ത്രീ സെക്ഷുവാലിറ്റിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാനുള്ളൂ. ബാക്കി രാധിക പറഞ്ഞോളൂ. ഞാന് ആശ ഈ 4 വർഷത്തെ ലോകം കാണലിനെ കുറിച്ച് പറയുമ്പം ആശയുടെ എഴുത്തിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകള്, ആശ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് ബോധവതിയാവുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഒരുപക്ഷെ 30 വർഷത്തെ എക്സ്പീരിയൻസ്, ജീവിതം ജീവിച്ചതിന്റെ ആ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നിട്ട് ഒരു ജാലകം തുറന്നു കിട്ടി അതിലൂടെ ലോകം കാണുമ്പം ഒരാൾക്ക് സ്വന്തമായ ഒറിജിനൽ തോട്ട്സ് ഉണ്ടാവൂലേ. നമ്മൾ ചിന്തകളിൽ നിന്ന് തന്നെ നമ്മളൊരു പഠിക്കും എന്ന് പറയൂലേ, അതുപോലെ സ്വന്തം ചിന്തകളിനെ തലയ്ക്കകത്തിട്ട് ഉരുട്ടി റിഫൈൻ ചെയ്ത് അത് മുന്നോട്ട് വെക്കുന്ന എഴുത്തും സംസാരമാണ് ആശയുടേത്. അപ്പൊ ആശ റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മലയാളി പെൺകുട്ടികളെ തന്നെയാണ്, മലയാളി സ്ത്രീകളെയാണ്. കാരണം അവരങ്ങ് എല്ലാ മറവുകളും ലക്ഷ്മണരേഖകളും ചുറ്റുമുള്ള വേലിക്കെട്ടുകൾക്കും ഉള്ളിൽ അവരെ അങ്ങ് അടച്ചു വെച്ചിരിക്കുവാണേ. അപ്പം അവർക്ക് ലോകത്തിലേക്കൊരു ജാലകം തുറന്നു കിട്ടിക്കഴിഞ്ഞാല് അവരുടെ അനുഭവങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ബുദ്ധിയും ഈ ജാലകത്തിന് കൂടെ കണ്ട കാഴ്ചകളുമായിട്ട് ചേർത്ത് വെച്ച് അവർ ഇന്റലക്ച്വലി ഹൈലി ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും ഈ മതങ്ങളും സമൂഹവും പേടിക്കുന്നതും. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊന്നും ചിന്തിക്കുകയും വായിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഭയപ്പെടുന്നത് കൊണ്ടായിരിക്കണം ഈ മതങ്ങളും സമൂഹവും സ്ത്രീകൾക്ക് ഇത്രേ പാടുള്ളൂ, ഇത്രേ സ്വാതന്ത്ര്യമേ നിനക്ക് ഞങ്ങൾ അനുവദിച്ചു തന്നിട്ടുള്ളൂ, വട്ടപ്പൊട്ടിടുന്നതല്ല സ്ത്രീ ശാക്തീകരണം, നീ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി SI ആയാല്
അതാണ് ശാക്തീകരണം. അല്ലാതെ വട്ടപ്പൊട്ട് തൊടാനുള്ള നിന്റെ അവകാശം എന്ന് പറയുന്നത് ശാക്തീകരണം അല്ലാന്ന് ഈ 2021 ജൂൺ മാസത്തിലും ഈ ഷമ്മിമാര് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് അത് ഈ ആഷി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ജീവിതാനുഭവമായിട്ട് ചേർത്ത് തന്നെയാണ് നമ്മൾ വായിക്കേണ്ടത്. ഇതേ പാടുള്ളൂ, ഇതിനപ്പുറത്തേക്ക് നീ പോകരുത്. കാരണം നീ പോയി കഴിഞ്ഞാൽ നീ ആരാവുന്നത്? നീ ഭയങ്കര തെളിഞ്ഞ ചിന്തയും തെളിഞ്ഞ ബുദ്ധിയും തെളിഞ്ഞ സംസാരവും കാഴ്ചകളും ഉള്ളൊരു പൂർണ്ണ സ്ത്രീയായിട്ട് എംപവേർഡ് എമാൻസിപ്പേറ്റഡ് ഫീമെയിൽ വേർഷൻ ഓഫ് യുവർ സെൽഫ് ആയി മാറും. അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ തത്രപ്പാടുകൾ ചുറ്റും നടക്കുന്നത് ഭയങ്കര രസകരമായി തന്നെ നമ്മളത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കുഞ്ഞിലെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പോസ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, നിനക്ക് എഴുത്തും വായനയൊക്കെ അറിയായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നിനക്ക് ഈ പലചരക്ക് കടയുടെ സാധനങ്ങൾ കുറിക്കാനുള്ള എഴുത്ത് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഫോൺ വാങ്ങി തരുന്ന സമയത്ത് ഫോണിന്റെ പാസ്വേഡ് അടക്കം അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് എഴുതുന്ന ഓരോ പോസ്റ്റും അദ്ദേഹം വായിക്കുന്നു. കവിത, കഥ എന്നുള്ള സംഭവങ്ങളൊക്കെ എഴുതാം, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ എഴുതാം, അതിനപ്പുറത്തുള്ളതൊന്നും എഴുതാൻ പാടില്ല. ആദ്യത്തെ നിർവചനം. ഓക്കെ, ഞാനത് സമ്മതിച്ചു. പക്ഷേ നമ്മള് ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അത്തരം ഗ്രൂപ്പുകളെ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കൂടുതൽ ഗ്രൂപ്പുകൾ, ഫ്രീ തിങ്കർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളത് പലതും വായിച്ച് വരുമ്പോൾ നമുക്ക് എഴുതാൻ തോന്നുന്നു, നമ്മൾ എഴുതുന്നു. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ശബരിമലയെ കുറിച്ചിട്ട് നീ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ട് നീ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? അത് ഞാൻ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. അവിടെ ഇരുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ എഴുതുന്ന 10-12ഓളം പോസ്റ്റുകൾ അപ്പുറം ഇരുന്നുകൊണ്ട് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുക. പറയുന്ന സമയത്ത് മാത്രം കയറുക, പറയുന്ന സമയത്ത് ഓൺലൈനിൽ നിന്ന് ഇറങ്ങുക എന്ന് തുടങ്ങുന്ന പല കാര്യങ്ങളും. ഒടുക്കം ഞാൻ നാട്ടില് വെക്കേഷന് ചെന്ന സമയത്ത് വീണ്ടും ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വയ്ക്കുകയാണ്. എൻ്റെ ഭാര്യയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മതം മുന്നോട്ട് വെച്ചിട്ട് ദൈവം നമ്മളെ കൂട്ടി യോജിപ്പിച്ച, അപ്പോൾ എൻ്റെ ഭാര്യയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എതിർക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വരവ് ക്യാൻസൽ ആവുമെന്ന് എനിക്കറിയാം. ദെൻ എയർപോർട്ടിലൊക്കെ എത്താനായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഭാര്യ ആണെങ്കിൽ എന്നുണ്ടെങ്കിലല്ലേ ഞാൻ അതൊക്കെ അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ. ഇനി മുതൽ എനിക്ക് ഭാര്യയായിട്ടിരിക്കാൻ വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ താലി ഒരു കൈ കൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ കോർട്ടിൽ ഫയൽ ചെയ്തു. ദെൻ എഗെയിൻ അതിനുശേഷമാണ്, എൻ്റെ 32ാമത്തെ വയസ്സിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അതിനുശേഷമാണെന്ന് ഞാൻ പറയാം. അത് ഏകദേശം ഒരു 4-4.5 വർഷം ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിനകത്ത് ശ്വാസം വിട്ട് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ശബ്ദം കുറവാ ആശ. എനിക്ക് ശബ്ദം വരാത്തതാടാ. എനിക്ക് താട ഇപ്പൊ തന്നെ പല്ലിങ്ങനെ. ഓക്കെ. അല്ല, അദ്വൈത ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന സ്വന്തം ബോഡീനെ എക്സ്പ്ലോർ ചെയ്യാൻ മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു മറവിയാണത്. സ്ത്രീകൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് എന്തോ തെറ്റാണെന്നുള്ള സംഭവം നമ്മളെക്കാൾ കൂടുതൽ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്നതൊന്നും ഒരു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് സ്ത്രീകള് 30s അവർക്ക് എന്താണ് സ്വയം പ്ലഷർ അറ്റൈൻ ചെയ്യാമെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഗാർഗിയുടെ ഒരു കവിത, ഈ ശംഖുപുഷ്പം കാണുമ്പം എന്താണ് രതിമൂർച്ച അറിയാതെ മരിച്ചുപോയ നമ്മുടെ ആൻസസ്റ്റേഴ്സ് ആയിരിക്കാം, ഫീമെയിൽ ആൻസസ്റ്റേഴ്സ് ആയിരിക്കാം അത് എന്ന് നല്ല ഭംഗിയുള്ള ഭാഷയിലാണ് എന്താണ് ഗാർഗി അത് എഴുതിയത്. ഞാനിപ്പോ വളരെ വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞതെങ്കിലും അതൊരു ഭയങ്കര സത്യമാണ്. ഓർഗാസം അറിയാതെ ജീവിതം മുഴുവൻ തീരുന്ന സ്ത്രീകളുമുണ്ട്. അപ്പം അതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല. ആൻഡ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നേ ഞാൻ പറയുള്ളൂ. അദ്വൈത പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. ഹായ്, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇച്ചിരി ശബ്ദം കുറവാ. ഇപ്പൊ കേക്കാവോ? എനിക്ക് മാത്രമാണോ കുറവായി തോന്നണേ, അതോ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? നല്ല ഓഡിബിൾ ആണ്, കുഴപ്പമില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോൾ, ഞാൻ ഈ സ്പീക്കർ ലിസ്റ്റ് പാനലിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഫോളോവേഴ്സും എനിക്ക് വന്ന റിക്വസ്റ്റും ദാറ്റ് റിയലി മീൻ എ ലോട്ട് ടു മീ. കാരണം ഇത്രയും
ഈ ഒരു ഓർഗാസം എന്ന് പറഞ്ഞ ഈ ഒരു ടൈറ്റിൽ ഇട്ടപ്പോ ഇത്രയും എന്താ പറയാ അവരുടെ മാസ്റ്റർബേഷൻ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദാറ്റ് ഇസ് എ നോർമൽ തിങ് ഫോർ ദം ടു ഡു ഇറ്റ് എന്നുള്ളൊരു തോട്ടാണ്. നമ്മളിവിടെ ഒരു ഓർഗാസത്തിനെ പറ്റി സംസാരിച്ചു കഴിയുമ്പോൾ ഒരു കുറച്ച് ക്രീപ്പി ഗേൾസ് അല്ലെങ്കിൽ എന്തൊക്കെയോ സംസാരിക്കുന്ന കുറെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറെ വേർഡ്സ് ഉണ്ടല്ലോ നമ്മളെ പറ്റി ഇങ്ങനെ ഓപ്പൺലി പറയുന്ന പെണ്ണുങ്ങളെ പറ്റി പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അഴിഞ്ഞാട്ടക്കാരികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മീൻ ചെയ്തിപ്പോ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ പല പ്രായക്കാരും ഉണ്ടെന്നാണ് അത് വേറൊരു കൗതുകം. ആൻഡ് എനിവേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഇപ്പം ഐ ഗോട്ട് മാരീഡ് റീസെന്റ്. ഓക്കെ, എനിക്ക് ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് നൗ. എനിവേ ഞാനിപ്പോൾ ഒരു മാരീഡ് ആണ്. ഓക്കെ, മാരീഡ് ആയിട്ട് ഒരു 3 months ആയതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നോ, ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഹീ ഈസ് ഗീവിങ് റെസ്പെക്ട് ടു മൈ ബോഡി. എന്ന് വെച്ചാല് ഇപ്പോൾ ചില സമയത്ത് നമ്മൾക്ക് എനിക്ക് ഒട്ടും താല്പര്യം കാണില്ല. നമുക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു ഓർഗാസം അല്ലെങ്കിൽ ഒരു മാസ്റ്റർബേഷൻ ചെയ്യുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ ഒരു സെക്സിൽ നിന്ന് കിട്ടത്തില്ല. ബട്ട് ഹീസ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് ആൻഡ് ഹി ആസ്ക് മീ, ഡു യു നീഡ് സംതിങ് സ്പേസ് വേണോ, അല്ലെങ്കിൽ തനിക്ക് സ്പേസ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണോ, അല്ലെങ്കിൽ യു വാണ്ട് ടു ഡു യുവർ സെൽഫ് എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കുന്നതിൽ നിന്ന് എനിക്ക് അയാളായിട്ട് കൂടുതൽ ബഹുമാനവും കുറെ ഇഷ്ടമൊക്കെ വരികയാണ്. സോ ദയവ് ചെയ്ത് പല ആൺകുട്ടികൾ നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞ മൂവീസ് ഒക്കെ ഇപ്പം എല്ലാവരും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ there are people who still sees women as a toy അല്ലെങ്കിൽ ഒരു ഫ്ലഷ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. പിന്നെ എൻ്റെ ആദ്യത്തെ ഓർഗാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സെൽഫ് ഡിസ്കവറിങ് ഒക്കെ എനിക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായത്. ഐ ആം 23 നൗ. ബട്ട് എനിക്ക് എന്നോട് പറഞ്ഞു തന്നത് ഒരു ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഗേൾസ് സ്കൂളൊക്കെ ആകുമ്പോൾ ദേ ടോക്ക് എ ലോട്ട് അബൌട്ട് ദി സ്റ്റഫ്സ് ആൻഡ് ഓൾ. സോ എനിക്ക് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഡിസ്കവർ ചെയ്യാൻ നോക്കുമായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഐ സെർച്ച് ഇൻ എന്തോ പറയാ ഈ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കി. ദെൻ ഓൺലി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് വാട്ട് ഇസ് ഹൗ ടു ഡു ഇറ്റ് അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. സോ പിന്നെ എനിക്ക് ഇപ്പൊ പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ താഴെ വന്നിട്ട് ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്ത് ടോപ്പിക്കിലും സംസാരിക്കുന്ന ആൾക്കാർ വെറും ഇതാണ് എന്ന് വിചാരിക്കരുത്. ആൻഡ് പ്ലീസ് ഇതൊന്ന് നോർമലൈസ് ആയിട്ട് ചിന്തിക്കണം. എല്ലാ ആണുങ്ങളും ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ പെണ്ണുങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പ്ലഷർ ഞങ്ങൾക്കും വേണം. നമ്മൾക്കും ഉണ്ട് ബോഡി. ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്തുവാ പറയാ നമ്മുടെ യൂട്രസിൽ കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇരിക്കണേ. താങ്ക് യു. താങ്ക് യു അദ്വൈത. ഇത് യൂട്രസിൽ കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ എന്താണ് ഈ അദ്വൈത പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. ദാറ്റ് നമ്മുടെ പ്ലഷർ എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള കാര്യമാണ്. നമുക്കാണ് അതിന്റെ മുകളിലുള്ള ഒരു അധികാരം എന്ന് മനസ്സിലാക്കുന്ന തരം റിലേഷൻഷിപ്സ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ആതിര വന്നിട്ടുണ്ട്. ആതിര, ഓർമ്മയുണ്ടോ ആ ദിവസം? മ്യൂട്ടാണേ. ഹലോ, കേക്കാവോ? കേക്കാം, പറഞ്ഞു. എനിക്ക് നെറ്റ്വർക്കിന് എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. പുവർ സിഗ്നൽ തന്നെ മറ്റു കാണിക്കണു. അതിപ്പം കട്ടായി പോകും തോന്നുന്നു, അറിയില്ല. ഞാൻ എന്തായാലും കിട്ടുന്ന വരെ പറയാം. ഇവിടെ ഞാൻ ഓർഗാസത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ കണ്ടിട്ടല്ല വന്നത്. എനിക്കൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യണം തോന്നി. മറ്റൊന്നുമല്ല, കുറെ ആൾക്കാർ താഴെ കേൾക്കുന്നുണ്ടാവും. അതിനു മുമ്പേ അദ്വൈത നല്ലൊരു ടോക്ക് ആയിരുന്നു. എനിക്ക് ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബ്യൂട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സും എന്താ പറയാ മ്യൂച്വൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ അതും മനസ്സിലാക്കുന്നതും പാർട്ട്ണറിന്റെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതിന്റെ ഒരു ബെസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. യു ആർ വെരി ലക്കി. ആൻഡ് പറയാൻ വന്നത് മറ്റൊന്നുമല്ല, അതിവിടെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, ടോപ്പിക് റിലേറ്റഡ് ആണോ എന്നുള്ളത്. ഇവിടെ നമ്മൾ സ്ത്രീകളുടെ സെക്ഷൽ ഫ്രീഡത്തിനെ പറ്റി സംസാരിക്കുമ്പം ദാറ്റ് ഇസ് ഫീമെയിൽ ബോഡി എന്ന് പറയുന്നത് ഒരു ഫ്ലഷ് മാത്രമല്ല, ഈ മെയിൽ ഈഗോ ഇവരുടെ എല്ലാം ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളത് മാത്രമല്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സെക്ഷൽ ഡിസയേഴ്സ്, ഫാന്റസി, ഇതിനൊക്കെ പറ്റി അത് നമ്മുടെ കാര്യത്തിൽ നോർമലായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, എല്ലാരെയും പോലെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിന്റെ എന്താ പറയാ ഒരു
വല്ലാത്ത രീതിയിൽ ഫേസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പം ഭയങ്കരമായിട്ട് വ്യാപകമാകുന്നുണ്ട്. അത്തരത്തിലൊരു ചിന്ത ഈ കേൾക്കുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൈം എടുക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഇതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ധാരണ ഇപ്പം അക്കൗണ്ട് ഒക്കെ തേടിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന സമയം കുട്ടി വെർജിൻ ആണോ, അപ്പൊ നോ പറയുമ്പോൾ പറയും അതെന്താ അപ്പൊ പ്രോഗ്രസീവ് അല്ലേ, ഈ വെർജിനിറ്റി ഇല്ലെങ്കിൽ അല്ലെ വെർജിൻ ആണെങ്കിൽ അപ്പൊ തന്നെ ഇതാക്കും നമ്മൾ പ്രോഗ്രസീവ് അല്ല, അതെന്താ താല്പര്യമില്ലേ, പിന്നെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അപ്പൊ ഈ പറയുന്ന സംഭവം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നിങ്ങൾ ഫെമിനിസ്റ്റ് അല്ല. അതായത് ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഏതൊരു സമയത്തും ഒരു വ്യക്തിയുടെ ഈ പറയുന്ന പേഴ്സണൽ സ്പേസ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ